ഹലോ, വെൽക്കം ബാക്ക്. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത് വാഴപ്പിണ്ടി വെച്ചിട്ടുള്ള ഒരു കൊണ്ടാട്ടമാണ്. അപ്പോൾ ഞങ്ങളുടെ കണ്ണൂരിലൊക്കെ വാഴക്കാമ്പ് എന്നാണ് പറയുന്നത്. അപ്പോൾ വാഴക്കാമ്പ് വെച്ചിട്ടുള്ള ഒരു കൊണ്ടാട്ടത്തിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ നമ്മൾ വാഴക്കാമ്പ് വറവിന് മുറിക്കുന്ന പോലെ ഒന്ന് ചെറുതായിട്ടൊന്ന് മുറിച്ചെടുക്കുക. അപ്പോൾ ഒരു വാഴയുടെ കാമ്പ് മുഴുവനായിട്ടൊന്നും ഞാൻ എടുത്തിട്ടില്ല, പകുതി മാത്രമേ എടുത്തിട്ടുള്ളൂ. എന്നിട്ട് അത് ചെറുതായിട്ടൊന്ന് മുറിച്ചെടുത്തിട്ടുണ്ട്. എനിക്കിപ്പോൾ ഇവിടെ 2 പ്ലേറ്റ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് മുറിച്ചിടുന്ന സമയത്ത് നമുക്ക് അടുപ്പിൽ വെള്ളം തിളക്കാനായിട്ട് വെക്കണം. അപ്പോൾ ആവശ്യത്തിൽ കുറച്ച് കൂടുതലായിട്ട് തന്നെ വെള്ളം വെച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മുടെ വാഴക്കാമ്പ് അതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് ആവശ്യത്തിനായിട്ടുള്ള ഉപ്പിട്ട് കൊടുക്കുക. പിന്നെ നമുക്ക് വേണ്ടുന്നത് ഇതിലേക്ക് വേണ്ടുന്ന മസാലക്കൂട്ടാണ്. അപ്പോൾ അത് തയ്യാറാക്കാനായിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് 3-4 പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇനി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്ന ഒരു കഷ്ണം ഇഞ്ചിയാണ്. പിന്നെ അതുപോലെ തന്നെ കറിവേപ്പില 3-4 തണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കുക. 1 ടീസ്പൂൺ ജീരകവും ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഒന്ന് ചതച്ചെടുക്കുക. നല്ലപോലെ ഒന്ന് അരയേണ്ട ആവശ്യമൊന്നുമില്ല. ഇനി ഇത് നമുക്ക് വാഴക്കാമ്പിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇത് വേവുന്ന സമയമാകുമ്പോഴേക്കും നമുക്ക് ഇനിയിപ്പോൾ 1 ഗ്ലാസ് പച്ചരി ഞാനൊന്ന് കുതിർക്കാനായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് രാവിലെയാണ് ആക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ തലേ ദിവസം തന്നെ അരി ഒന്ന് കുതിർക്കാൻ ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇവിടെ ഞാനൊരു 4 അരിയാണ് കുതിർക്കാനായിട്ട് ഇട്ട് കൊടുത്തത്. അത് നല്ലപോലെ ഒന്ന് കഴുകിയെടുക്കുക. എന്നിട്ട് മിക്സിൻ്റെ ജാറിൽ നമ്മൾ നല്ലപോലെ ഒന്ന് അരച്ചെടുക്കുക. അരച്ചെടുത്തതിന് ശേഷം നമ്മളിത് ദോശമാവൊക്കെ ചുടുന്ന ആ ഒരു ലൂസിലേക്ക് ആക്കിയെടുക്കുക. ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ചിട്ട് പിന്നെ ഒരു ദോശമാവിൻ്റെ പരുവത്തിലാക്കിയെടുക്കുക. എന്നിട്ട് നമുക്ക് ഇതൊന്ന് കാമ്പിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടതാണ്. അപ്പോൾ ഈ ഒരു സമയമാകുമ്പോഴേക്കും കാമ്പൊക്കെ നല്ലപോലെ വെന്തിട്ടുണ്ടാകും. കാമ്പ് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടുന്ന ഒരു സാധനവും കൂടിയാണ്. അപ്പോൾ നമുക്കിതൊന്ന് അടുപ്പിലേക്ക് വെച്ച് കൊടുക്കുക. എന്നിട്ട് നല്ല പോലെ ഒന്ന് കുറുക്കിയെടുക്കുക. അപ്പോൾ കുറച്ച് ടൈം എടുക്കും, എന്തായാലും കുറച്ച് സമയം എടുക്കും. ആ സമയം എടുത്തിട്ട് തന്നെ നമുക്ക് പിന്നെ ഇതൊന്ന് കുറുക്കിയെടുക്കുക. നമുക്ക് ഉപ്പൊക്കെ ടേസ്റ്റ് ചെയ്ത് നോക്കുക, ഉപ്പും എരിവും ഒക്കെ ഉണ്ടോ എന്ന് നോക്കുക. പിന്നെ എരിവിന് ഞാൻ പച്ചമുളകാണ് ചേർത്തത്. അവിടെ മുളക് പൊടി ചേർക്കണമെന്നുണ്ടെങ്കിൽ മുളക് പൊടി ചേർത്ത് കൊടുക്കാം, അല്ലെങ്കിൽ കുരുമുളക് പൊടിയാണെങ്കിൽ അങ്ങനെയും ചേർത്ത് കൊടുക്കാം. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം പോലെയാണ്. അപ്പോൾ ഇതിങ്ങനെ വെള്ളം വറ്റി വരുന്നുണ്ട്. അപ്പോൾ വെള്ളം വറ്റി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. 1-2 ടീസ്പൂൺ വെളിച്ചെണ്ണയും കൂടി ചേർത്ത് കൊടുത്ത് ഇതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ചിട്ട് എടുത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായി ഒന്ന് വറ്റി വരുമ്പോഴേക്കും നമുക്കിത് ചൂടാറാനായിട്ടൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഈ ഒരു പരുവത്തിലാണ് ഞാനിവിടെ പിന്നെ വാങ്ങി വെച്ചത്. ഇത് ചൂടാറുന്ന സമയമാകുമ്പോഴേക്കും ഇത് കുറച്ചും കൂടെ ടൈറ്റാവും. പിന്നെ ഞാൻ ഇത് രാവിലെയാണ് ആക്കിയത്. ഇത് ശരിക്കും പറഞ്ഞാൽ തലേ ദിവസം വൈകുന്നേരം ആക്കി വെച്ചിട്ട് ചൂടാറിയതിന് ശേഷം ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെച്ച് കഴിഞ്ഞാൽ പിറ്റേ ദിവസം രാവിലെ തന്നെ നമുക്ക് വെയിൽ വരുന്ന ടൈം തന്നെ നമുക്കിതൊന്ന് വെയിലത്തിട്ടിട്ട് ഉണക്കിയെടുക്കാവുന്നേ ഉള്ളൂ. പക്ഷേ ഞാൻ രാവിലെ ചെയ്തുകൊണ്ട് കുറച്ച് ലേറ്റായിപ്പോയി. പിന്നെ എന്നിട്ടിപ്പോൾ നമുക്ക് ഇതൊന്ന് പിന്നെ ഒരു തുണിയിലേക്ക് നമുക്ക് നുള്ളി ഇട്ട് കൊടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മളെ കൈ ഇടയ്ക്കിടെ ഒന്ന് നനച്ച് കൊടുക്കാനായിട്ട് വെള്ളം എടുത്ത് കൊണ്ട് വെക്കുക. എന്നിട്ട് ഇതുപോലെ ഒന്ന് നുള്ളി ഇട്ട് കൊടുക്കുക. അപ്പോൾ ചെറിയ വലുപ്പത്തിലാണ് പിന്നെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഉണങ്ങാനൊക്കെ ഒരു എളുപ്പമായിട്ടുണ്ടാവുക. അപ്പോൾ ഞാൻ ഇതുപോലെ എല്ലാം ഒന്ന് നുള്ളിയിട്ട് കൊടുത്തിട്ടുണ്ട്. എന്തൊരു 3 ദിവസത്തെ വെയിൽ നല്ലപോലെ ഒന്ന് കൊള്ളിച്ചെടുക്കുക. അപ്പോൾ ഒരു ദിവസത്തെ വെയിൽ നല്ലപോലെ ഒന്ന് കൊണ്ടു കഴിഞ്ഞാൽ തന്നെ തുണിയിൽ നിന്ന് നമുക്ക് മാറ്റാവുന്നതാണ്. പിന്നെ അതിനെ ഇതുപോലെ ഒരു അടപ്പിൻ്റെ അകത്തോ അല്ലെങ്കിൽ മറ്റു പാത്രത്തിലോ വെച്ചിട്ട് ഉണക്കിയെടുക്കാവുന്നതാണ്. എന്നിട്ട് നമുക്കിനി അതൊന്ന് എണ്ണയിലേക്ക് വറുത്തെടുക്കാം. അപ്പോൾ നല്ല ഹെൽത്തിയാണ്, നല്ല ടേസ്റ്റിയാണ്. പിന്നെ ആക്കിയെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടെന്നേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ അടിപൊളിയായിട്ടുള്ള കാമ്പ് കൊണ്ടാട്ടം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ കാമ്പൊക്കെ കിട്ടുന്ന സമയത്ത് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല വെയിലുള്ള ദിവസം മാത്രം ഇതൊന്ന് ചെയ്ത് നോക്കുക, മഴക്കാലത്ത് ചെയ്യരുത്. ഒരു 3 ദിവസത്തെ വെയിൽ നല്ലപോലെ ഒന്ന് കൊള്ളിച്ചെടുക്കുക. അപ്പോൾ നല്ലൊരു വീഡിയോയും വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് ഇനിയും കാണാം. അപ്പോൾ താങ്ക്